നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ശരണമന്ത്ര കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമായി അയ്യപ്പ ഭഗവാന്റെ ആവാസ കേന്ദ്രം മകരജ്യോതി ദർശനത്തിൽ ആത്മീയ സായുജ്യമടഞ്ഞ ഭക്തജന ലക്ഷങ്ങൾ. അയ്യപ്പ ഭക്തന്മാരുടെ ശരണഘോഷങ്ങളാൽ മുഖരിതമായി സംഗീത സാന്ദ്രമായി ശബരീശ സന്നിധി. കിഴക്ക് പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ദർശിച്ചത് 2 ലക്ഷത്തോളം ഭക്തജനങ്ങളെന്ന ഏകദേശ കണക്ക്. ഇനി ഒരു വർഷം നീണ്ട കാത്തിരിപ്പ്. മകരച്ചൊവ്വയോടനുബന്ധിച്ച ഭക്തി നിർഭരം ക്ഷേത്രങ്ങൾ. റഷ്യയിൽ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ ബാബു കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണത്തിലെന്ന ഭാര്യ സഹോദരൻ ജെയിൻ. ആക്രമണം നടന്നത് ജനുവരി 5-ന്. യുദ്ധമുഖത്ത് റഷ്യ നടത്തുന്നത് കൊടും ക്രൂരത. ബിനിലിന്റേതടക്കം മൃതദേഹങ്ങൾ പാതയോരത്ത് തള്ളിയ നിലയിൽ. യുദ്ധത്തിന് പോകുമ്പോൾ ബിനിലിന്റെ മരിച്ചു മരവിച്ച മൃതദേഹം കണ്ടു. സൈനിക ഓഫീസർമാരെ അറിയിച്ചപ്പോൾ ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടു. തനിക്കും ഡ്രോൺ ആക്രമണം ഏറ്റുവെന്നും ജെയിൻ. ആരോഗ്യനില വഷളായിട്ടും യുദ്ധം ചെയ്യേണ്ടി വന്നതായും വെളിപ്പെടുത്തൽ. റഷ്യയിൽ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട യുവാവിന്റെ മരണം സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. യുവാക്കളുടെ മോചനത്തിന് വേണ്ടി ചെറുവിരൽ അനക്കിയില്ലെന്ന ആരോപണം. സ്വകാര്യ റിക്രൂട്ടിംഗ് ഏജൻസികളെ നിയന്ത്രിക്കാത്തതിൽ പ്രതിഷേധം. കൊല്ലപ്പെട്ട ബിനിലിന്റെ കുട്ടനെല്ലൂരിലെ വസതിയിൽ സന്ദർശനം നടത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ച കോൺഗ്രസ് നേതാവ്. അതിരപ്പള്ളി കണ്ണങ്കുഴിയിൽ കാറിന് നേരെ കാട്ടാനാക്രമണം. കാറിന്റെ ഡോർ തകർത്തു. കണ്ണങ്കുഴി സ്വദേശി അനിലിന്റെ കാറിന് നേരെയാണ് ആക്രമണം നടത്തിയത്. യാത്രക്കാർ ഇറങ്ങിയോടിയതിനാൽ വൻ ദുരന്തമൊഴിവായി. ഷൂട്ടിംഗ് സംഘം സഞ്ചരിച്ചിരുന്ന കാറാണ് ആക്രമിച്ചത്. വാഴാനി കാക്കിനിക്കാട് ട്രൈബൽ കോളനിക്ക് സമീപം വാഴക്കൊമ്പന്റെ ആക്രമണം കൃഷി നശിപ്പിച്ചു. സൗരവേലി തകർത്ത നിലയിൽ. CPIയുടെ സമുന്നത നേതാവ് പാർലിക്കാട് സ്വദേശി പ്രഭാകരൻ ഇനി ജ്വലിക്കുന്ന സ്മരണ. ജനപക്ഷം ചേർന്ന് പ്രവർത്തിച്ച ജനകീയ നേതാവിന്റെ ഭൗതിക ശരീരം മുളങ്ങുന്നത്കാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകി. പാർലിക്കാട് സർവകക്ഷി അനുശോചന യോഗം നടന്നു. സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 16 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമറിൻ മേഖലയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി. ബുധനാഴ്ച 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പട്ടികയിൽ തൃശൂർ ജില്ലയില്ല. മുണ്ടത്തിക്കോട് വിസ്മയ കാഴ്ചയൊരുക്കിയ ആതിരോത്സവം. ത്രിനേത്ര തിരുവാതിര സംഘത്തിന്റെ നേതൃത്വത്തിൽ വിസ്മയ കാഴ്ച. നിറഞ്ഞാടി വനിതാപ്പട. കാഴ്ചക്കാരായി നിരവധി പേർ. സവിത പുഷ്പകത്ത് നേതൃത്വം നൽകി. മുണ്ടത്തിക്കോടിന്റെ സാംസ്കാരിക കൂട്ടായ്മയിൽ പുത്തൻ ചുവടുവയ്പായി പരിപാടി. ജനാധിപത്യത്തെക്കുറിച്ച് വികലമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്നവരാണ് രാജ്യത്തെ ഭരണകൂടമെന്ന CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്. ജനാധിപത്യ സങ്കല്പങ്ങളെ തച്ചു തകർക്കുന്നവരായി കേന്ദ്ര സർക്കാർ മാറുന്നതായും ആരോപണം. CITUവിന്റെ നേതൃത്വത്തിലുള്ള സിൽക്ക് എംപ്ലോയീസ് യൂണിയൻ അത്താണി യൂണിറ്റ് സമ്മേളനം സംഘടനാ കരുത്ത് തെളിയിച്ചു നടന്നു. വയനാട് മേപ്പാടി ദുരന്തത്തിൽ കാണാതായവരെ മരണപ്പെട്ടതായി കണക്കാക്കുമെന്ന് മന്ത്രി K രാജൻ. പ്രക്രിയ ജനുവരിയിൽ പൂർത്തിയാക്കും. കാണാതായവരുടെ കുടുംബങ്ങൾക്ക് ഈ മാസം തന്നെ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും റവന്യൂ മന്ത്രി. നിലവിലെ നിയമം ഒരാളെ കാണാതായാൽ മരിച്ചതായി സ്ഥിരീകരിക്കുക 7 വർഷത്തിന് ശേഷം. നിയമത്തിൽ മാറ്റം വരുത്തി 2 മാസത്തിനുള്ളിൽ മരണ സർട്ടിഫിക്കറ്റ് നൽകാനും തീരുമാനം. ഈ നഗരം സുന്ദരം, നീരുള്ളൊരു നഗരം. നഗരം സുന്ദരം, നീരുള്ളൊരു നഗരം. ഈ നഗരം സുന്ദരം, നേരുള്ളൊരു നഗരം. ഈ നഗരം സുന്ദരം, നേരുള്ളൊരു നഗരം. ശുചിത്വ മികവിൻ നവകേദാരം പുതുമകളെ ഇതാ. സ്വാഗതമരുളും വടക്കാഞ്ചേരി നഗരസഭാ നിത്യം. സർവേഷൻ നേട്ടങ്ങൾ, ഹരിത കർമ്മസേന സംഘങ്ങൾ. സ്വച്ഛ് സർവേഷന് തീം സോങ്ങുമായി വടക്കാഞ്ചേരി നഗരസഭ. ജില്ലയിൽ ആദ്യ തീം സോങ് പുറത്തിറക്കുന്ന പ്രാദേശിക ഭരണകൂടമായി വടക്കാഞ്ചേരി. ഈ നഗരം സുന്ദരം, നേരുള്ളൊരു നഗരം എന്ന വരികളിലൂടെ തുടക്കം. വരികൾ ഒരുക്കിയത് അരുൺ ഭൂമി. ഗാനം ആലപിച്ചത് മൻസൂർ ഫാമി. തീം സോങ് പുറത്തിറക്കി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ.